കതിരായി പനിനീർക്കണമായി കുളിരണിയും സുകൃതം മലയാളം. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന വളരെ സാധാരണമായി തോന്നുന്ന ഒരു വാചകത്തിനകത്ത് ഒരു വലിയ സാഹിത്യലോകം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാവും. അതുപോലെ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ച ഒരു വാചകത്തിന്റെ ചുരുളഴിക്കാനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ ഒരു കിടിലൻ കടങ്കഥ. വാ, നമുക്കൊരുമിച്ച് ഇതൊന്ന് പൊളിച്ചെടുക്കാം. ഒറ്റ നോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നുന്ന ഒരു വാചകം. പക്ഷേ അതിനകത്ത് മലയാളത്തിലെ എത്രയെത്ര മഹാരഥന്മാരാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശരി, ഇതാ ആ വാചകം. ശ്രദ്ധിച്ചു കേൾക്കണേ. കേട്ടിട്ട് എന്താ തോന്നുന്നത്? ഒരു വീട്ടിലെ കുറച്ചുപേർ തമ്മിൽ സംസാരിക്കുന്ന പോലെയുണ്ടല്ലേ? ശങ്കരത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ മകൾ വിജയ, മകൻ വൈലോ, പിന്നെ വേറെയും കുറേ പേർ. പക്ഷേ ഈ പേരുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ലോജിക്ക് തോന്നുന്നുണ്ടോ? ഒരു ചേർച്ചയില്ലായ്മ ഫീൽ ചെയ്യുന്നില്ലേ? ആഹാ, അവിടെയാണ് ഈ കടങ്കഥയുടെ അസൽ രസം തുടങ്ങുന്നത്. അതെ, നിങ്ങൾ ഊഹിച്ചത് ശരിയാണ്. ഇതൊരു വെറും വാചകമല്ല, ഇതൊരു കോഡാണ്. മലയാളത്തിലെ ഒരുപാട് പ്രശസ്തരായ എഴുത്തുകാരിലേക്കും അവരുടെ ഏറ്റവും മികച്ച കൃതികളിലേക്കും നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സീക്രട്ട് മാപ്പ്. അപ്പോൾ റെഡിയല്ലേ? നമുക്കൊരുമിച്ച് ഈ സാഹിത്യ ഭൂപടം ഒന്ന് വായിച്ചെടുക്കാൻ ശ്രമിച്ചാലോ? ഈ കടങ്കഥയുടെ പൂട്ട് തുറക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിലെ പ്രധാന കഥാപാത്രമായ ഈ തച്ചൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. ആരാണീ തച്ചൻ? ഈ സാഹിത്യ രഹസ്യങ്ങളുടെയെല്ലാം താക്കോൽ അത് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. അതെ, ഈ തച്ചൻ വേറെ ആരുമല്ല, നമ്മുടെ എല്ലാ മനസ്സിലുള്ള ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാക്ഷാൽ പെരുന്തച്ചനാണ്. സ്വന്തം മകന്റെ കഴിവ് കണ്ട് അസൂയമൂത്ത് അവസാനം കയ്യിലിരുന്ന ഉളിവീണ മകൻ മരിച്ചു എന്ന് പറയപ്പെടുന്ന ആ മഹാശില്പി. അച്ഛനും മകനും തമ്മിലുള്ള ഈയൊരു സംഘർഷം മലയാള സാഹിത്യത്തിൽ പെരുന്തച്ചൻ കോംപ്ലക്സ് എന്ന പേരിൽ ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റായിട്ട് പോലും മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ണ് കിട്ടി. നമ്മുടെ വാചകത്തിലെ ശങ്കരത്തച്ഛൻ എന്നു പറയുന്നത് പെരുന്തച്ചൻ എന്ന മിത്തിനെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കവിതകളിലൊന്നാക്കി മാറ്റിയ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ പെരുന്തച്ചൻ എന്ന കവിത, അതാണ് ഈ സാഹിത്യ ശൃംഖലയുടെ തുടക്കം. ഓക്കെ, അപ്പം മാസ്റ്റർ കീ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വാചകത്തിലെ ഓരോ വാക്കും ആരെയൊക്കെയാണ്, എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഓരോ വാക്കിനു പിന്നിലും ഓരോ സാഹിത്യകാരനും അവരുടെ കൃതികളും ഒളിച്ചിരിപ്പുണ്ട്. നമുക്ക് ഓരോന്നായി പൊളിച്ചെടുക്കാം. വാചകത്തിലേക്ക് തിരിച്ചു വരാം. ശങ്കരത്തച്ഛന്റെ മകൾ വിജയയും. ഇതിലെ വിജയ എന്നത് ആരാണെന്നോ? നമ്മുടെ പ്രശസ്ത കവയിത്രി വിജയലക്ഷ്മിയെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അവരുടെ വളരെ പ്രശസ്തമായൊരു കൃതിയുടെ പേര് തച്ചന്റെ മകൾ എന്നാണ്. കണ്ടോ, ആ കണക്ഷൻ ഇപ്പോൾ ക്ലിയറായില്ലേ? അടുത്തത് നോക്കാം, മകൻ വൈലോയും. വൈലോ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് മഹാകവി വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അദ്ദേഹത്തിന്റെ വളരെ ശക്തമായ ഒരു കവിതയാണ് തച്ചന്റെ മകൻ. പെരുന്തച്ചന്റെ കഥയ്ക്ക് പുതിയൊരു മാനം നൽകിയ കൃതിയാണത്. ഇനി നോക്കൂ, ഇവർ സംസാരിക്കുന്നത് ഗിരിജിയോടാണ്. ഇത് നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് കവയിത്രി VM ഗിരിജിയിലേക്കാണ്. അവരുടെ ഒരു കവിതയുടെ പേര് തച്ചൻ മകളോടെന്നാണ്. കണ്ടോ, ആ സാങ്കല്പിക സംഭാഷണത്തിന് പുതിയൊരു തലം കിട്ടുന്നത് കണ്ടോ? അടുത്തത് കുറച്ചുകൂടി ട്രിക്കിയാണ്, തച്ചനാർ രാധയും. ഇവിടെ ശരിക്കും രണ്ട് സൂചനകൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. രാധ എന്നത് പ്രശസ്ത എഴുത്തുകാരൻ C രാധാകൃഷ്ണനെയും തച്ചനാർ എന്നത് അദ്ദേഹത്തിന്റെ തച്ചനാർ എന്ന കൃതിയെയുമാണ് ബന്ധിപ്പിക്കുന്നത്. എന്തൊരു ബ്രില്യന്റ് പ്രയോഗം അല്ലേ? ഇനി അവസാനത്തെ കണ്ണി, തമ്പിമരവും. ഒറ്റയടിക്ക് കേട്ടാൽ ഒരു ബന്ധവും തോന്നില്ല. പക്ഷേ ഇത് വിജി തമ്പിയുടെ തച്ചന്റെ മരം എന്ന കൃതിയിലേക്കുള്ള ഒരു സൂചനയാണ്. തമ്പി എന്ന പേരും മരം എന്ന വാക്കും ചേർത്തുവെച്ചൊരു കിടിലൻ ക്ലൂ. അങ്ങനെ ആ കോഡ് നമ്മൾ പൂർണ്ണമായും പൊളിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാ കണ്ണികളും നമ്മൾ ചേർത്തുവെച്ചു. ഇപ്പോൾ കിട്ടുന്ന ഈ ചിത്രം കണ്ടോ? ഒരൊറ്റ ഐതിഹ്യ കഥാപാത്രം മലയാളത്തിലെ എത്രയെത്ര എഴുത്തുകാർക്കാണ് പ്രചോദനമായി മാറിയത് നോക്കൂ. ഇതൊരു സാഹിത്യ കുടുംബം, ഒരു ലിറ്റററി ഫാമിലി ട്രീ പോലെ തന്നെയുണ്ട്. അപ്പോ ഇതാണ് ആ സമ്പൂർണ്ണ സാഹിത്യ കുടുംബം. ജി ശങ്കരക്കുറുപ്പ് തുടക്കമിട്ട പെരുന്തച്ചൻ എന്ന ആശയത്തെ വിജയലക്ഷ്മി തച്ചന്റെ മകളായും വൈലോപ്പിള്ളി തച്ചന്റെ മകനായും VM ഗിരിജ ഒരു സംഭാഷണവുമായും C രാധാകൃഷ്ണൻ ഒരു പാരമ്പര്യമായും വിജി തമ്പി ഒരു മരമായും അങ്ങനെ പല രീതിയിൽ പുനരാവിഷ്കരിച്ചു. കവിതകളിലൂടെയും കഥകളിലൂടെയുമെല്ലാം ഈ ഐതിഹ്യം വളർന്നു വലുതായിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കേട്ട ഒരു ബന്ധവുമില്ലെന്ന് തോന്നിയ ആ വിചിത്രമായ വാചകം യഥാർത്ഥത്തിൽ എത്രത്തോളം ആഴമുള്ള ഒന്നായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ?
ഒരൊറ്റ ആശയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു കൂട്ടം കൃതികളെ ഒരുമിച്ച് കോർത്തിണക്കിയ ഒരു ബ്രില്യന്റ് സാഹിത്യപരമായ ആദരവാണത്. അപ്പോ ഇതെല്ലാം നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ വായിക്കുന്ന ഓരോ കഥയിലും കവിതയിലുമൊക്കെ ഇതുപോലെ നമ്മൾ കാണാതെ പോകുന്ന എത്രയെത്ര ബന്ധങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. സാഹിത്യമെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന തുരുത്തുകളല്ല, മറിച്ച് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ ലോകമാണെന്ന തിരിച്ചറിവാണ് ഇത്തരം കണ്ടെത്തലുകൾ നമുക്ക് തരുന്നത്. അടുത്ത തവണ നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കൂ. ഒരുപക്ഷെ നിങ്ങളും കണ്ടെത്തിയേക്കാം ഇതുപോലൊരു രഹസ്യക്കോഡ്.